ഷെയറുകൾ വാങ്ങുമ്പോൾ ഷെയർ പ്രൈസ് കൂടാനുള്ള ചാൻസസ് മാത്രമാണോ നോക്കുന്നത്? എന്നാൽ നിങ്ങൾക്ക് സ്റ്റഡിയായ ഒരു അഡീഷണൽ ഇൻകം കിട്ടാനുള്ള വഴിയാണ് ഡിവിഡൻസ്. ടോപ്പ് 3 റീസൺസ് ടു ഇൻവെസ്റ്റ് ഇൻ ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്സ്. ഫസ്റ്റ് വൺ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്സിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിവിഡൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു റെഗുലർ ഇൻകം സ്ട്രീം ഉണ്ടാകും. സെക്കൻഡ് വൺ, പ്രത്യേകിച്ച് മാർക്കറ്റ് വോളറ്റാലിറ്റി ഉള്ളപ്പോൾ ഡിവിഡൻസ് തരുന്ന സ്റ്റോക്കുകൾ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായി പ്രിഫർ ചെയ്യുന്നു. തേർഡ് വൺ, ഡിവിഡൻസ് ഒരു കമ്പനിയുടെ സ്ട്രോങ് ഫൈനാൻഷ്യൽ ഹെൽത്തിനെയും സ്റ്റെബിലിറ്റിയെയും കാണിക്കുന്നു. കഴിഞ്ഞ 3 വർഷങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന് കൺസിസ്റ്റൻ്റായി ഡിവിഡൻസ് കൊടുത്ത 10 സ്റ്റോക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്റ്റഡിയിൽ ഡിവിഡൻഡ് yield കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 2025 ജനുവരി 1 ക്ലോസിംഗ് പ്രൈസ് വെച്ചാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് PSU ആയ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഫൈനാൻഷ്യൽ ഇയർ 24 ഈ കമ്പനിയുടെ ഡിവിഡൻഡ് yield 8.8% ഒരു ഷെയറിന് 12 രൂപ വീതം ഡിവിഡൻഡ് നൽകിയതിൽ 5 രൂപ ഇൻ്ററിം പേയും 7 രൂപ ഫൈനൽ ഡിവിഡൻഡുമായിരുന്നു. അതിനു മുമ്പുള്ള 2 വർഷങ്ങളിൽ ഡിവിഡൻഡ് yield ഇങ്ങനെയായിരുന്നു. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഗ്രൂപ്പ് കമ്പനിയുമാണ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ. ഫൈനാൻഷ്യൽ ഇയർ 23 ഫൈനൽ ഡിവിഡൻഡ് ഒരു ഷെയറിന് 27 രൂപയേ ഉണ്ടായിരുന്നുവെങ്കിലും ഫൈനാൻഷ്യൽ ഇയർ 24 ആയപ്പോഴേക്കും ഇത് 55 രൂപയായി കുതിച്ചുയർന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഡിവിഡൻഡ് yield ഇങ്ങനെയായിരുന്നു. ശ്രീ ദിനേശ് മിൽസ് ഒരു ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ് കമ്പനിയാണ് ശ്രീ ദിനേശ് മിൽസ്. ഫൈനാൻഷ്യൽ ഇയർ 24 ഈ കമ്പനി 20 രൂപയുടെ സ്പെഷ്യൽ ഡിവിഡൻഡ് കൊടുത്തിരുന്നു. ഇതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് yield 7.7%. മുമ്പുള്ള 2 വർഷങ്ങളിൽ ഡിവിഡൻഡ് yield ഇങ്ങനെയായിരുന്നു. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ IPO ആയ ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ 2024 ഒക്ടോബറിലാണ് ലിസ്റ്റ് ചെയ്തത്. ഫൈനാൻഷ്യൽ ഇയർ 24 ഈ കമ്പനി നൽകിയ ഡിവിഡൻഡ് yield 7.4%. ഒരു ഷെയറിന് 132.7 രൂപ ഡിവിഡൻഡാണ് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ഷെയർ ഹോൾഡേഴ്സിന് നൽകിയത്. ഈ കമ്പനി മുൻ വർഷങ്ങളിൽ നൽകിയ ഡിവിഡൻഡാണ് താഴെ കാണിക്കുന്നത്. വേദാന്ത ഒരു ഡൈവേഴ്സിഫൈഡ് മെറ്റൽ കമ്പനിയാണ് വേദാന്ത. ഫൈനാൻഷ്യൽ ഇയർ 23 22.8% ഡിവിഡൻഡ് yield എങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ 22 ഇത് 10.1%. കോൾ ഇന്ത്യ ലോകത്തിലെ തന്നെ സിംഗിൾ ലാർജസ്റ്റ് കോൾ പ്രൊഡ്യൂസിംഗ് കമ്പനിയാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. മിനിസ്ട്രി ഓഫ് കോളിന് കീഴിൽ വരുന്ന ഒരു മഹാരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കൂടിയാണ് ഈ കമ്പനി. ഫൈനാൻഷ്യൽ ഇയർ 24 കോൾ ഇന്ത്യയുടെ ഡിവിഡൻഡ് yield 6.6%. അതിനു മുമ്പുള്ള 2 വർഷങ്ങൾ ഡിവിഡൻഡ് yields ഇങ്ങനെയായിരുന്നു. IL&FS ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് മാനേജേഴ്സിൽ ഒന്നാണ് IL&FS ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് ലിമിറ്റഡ്. ഫൈനാൻഷ്യൽ ഇയർ 24 ഈ കമ്പനി ഡിവിഡൻഡ് പേ ഔട്ട് ഒരു ഷെയറിന് 0.7 രൂപയായിരുന്നെങ്കിൽ 23 ഇത് 0.8 രൂപയും 22 0.4 രൂപയുമായിരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങൾ ഡിവിഡൻഡ് yield ആകട്ടെ ഇങ്ങനെയായിരുന്നു. ഓറിയന്റൽ കാർബൺ ആൻഡ് കെമിക്കൽസ് ഇൻസൊല്യൂബിൾ സൾഫർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഓറിയന്റൽ കാർബൺ ആൻഡ് കെമിക്കൽസ്. ഫൈനാൻഷ്യൽ ഇയർ 24, 23, 22 എന്നീ 3 വർഷങ്ങളിൽ ഈ കമ്പനിയുടെ ഡിവിഡൻഡ് yield 6.1% സ്റ്റോവക് ഇൻഡസ്ട്രീസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ട പ്രിന്റിംഗ് സൊല്യൂഷൻസ് നൽകുന്ന ഒരു കമ്പനിയാണ് സ്റ്റോവക് ഇൻഡസ്ട്രീസ്. നെതർലാൻഡ്സിലുള്ള SPG Prince BV എന്ന കമ്പനിയുടെ സബ്സിഡറിയാണ് ഈ സ്ഥാപനം. ഫൈനാൻഷ്യൽ ഇയർ 24 5.6% ഡിവിഡൻഡ് yields ഉണ്ടായിരുന്ന ഈ കമ്പനിയുടെ മുൻ വർഷങ്ങളിലെ yield ആണ് താഴെ കാണുന്നത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഒരു ഫോർച്യൂൺ 500 കമ്പനിയും ഇന്ത്യയിലെ 2ാമത്തെ വലിയ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയുമാണ് PSU ആയ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. ഫൈനാൻഷ്യൽ ഇയർ 24 ഈ കമ്പനിയുടെ ഡിവിഡൻഡ് yield 5.3% കഴിഞ്ഞ 2 വർഷങ്ങളിലെ yield ആണ് താഴെ കാണുന്നത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത 10 സ്റ്റോക്കുകളിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം? താഴെ കമൻറ്റ് ചെയ്യൂ.